കേരളത്തിലെ ഒറ്റയാൾ പാർട്ടികളുടെ ഒരു ബാഹുല്യം. കേരള കോൺഗ്രസ്സുകളാണ് അതിൽ ഒരു പ്രധാന ഒറ്റയാൾ പാർട്ടികളുടെ ഒരു മേഖല. ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒരു പാർട്ടി കേരള കോൺഗ്രസ് ബി എന്ന് പറഞ്ഞ് അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഗണേഷ് കുമാർ ആ പാർട്ടിയെ ഒറ്റയ്ക്ക് നയിക്കുന്നു. അത് ഇങ്ങനെ സ്ഥിരം ഏത് മുന്നണിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ചാഞ്ചാടി കളിക്കുന്ന ശ്രീ ബാലകൃഷ്ണപിള്ള കേരളത്തിൽ ആദ്യമായിട്ട് അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആണെങ്കിൽ പോലും ആ അഴിമതിയുടെ ശിക്ഷ കഴിഞ്ഞ് ഉടനെ തന്നെ ക്യാബിനറ്റ് റാങ്കോടെ അദ്ദേഹത്തിന് ഒരു പദവിയൊക്കെ നൽകിയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട ആളെ ആദരിക്കുന്ന ഒരു നല്ല നടപടി നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അത് ശ്രീ ബാലകൃഷ്ണപിള്ളയാണ്. ആ ഒറ്റയാൾ പാർട്ടിയുടെ ഇപ്പോഴത്തെ ആളാണ് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഗണേഷ് കുമാർ. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്. അതൊരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്ത ഒറ്റയാൾ പാർട്ടിയാണ് നമ്മുടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ തൽക്കാലം ജോസഫ് ഗ്രൂപ്പ് കുറേയധികം പ്രാവശ്യം തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജയിച്ച ശേഷം അദ്ദേഹത്തിന് വയ്യെന്നായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ആ ഒരു ചുമതല പാർട്ടിയുടെ തൊടുപുഴയിൽ നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അത് ജോസഫ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസ് ജോസഫ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ പാർട്ടിയിലെ വേറെ ആർക്കും ഇനി അതിൻ്റെ കടിഞ്ഞാൺ കൊടുക്കാനുള്ള പ്ലാൻ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. KM മാണി കുറേയധികം കാലം നേതൃത്വം നൽകിയ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹം ഉള്ള സമയത്ത് തന്നെ സ്വന്തം മകനെ വളർത്തിക്കൊണ്ടുവന്ന് MP ആയിട്ടും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരു എനിക്ക് ശേഷം ആര് എന്നുള്ളത് ആർക്കും ഒരു സംശയം നൽകാത്ത വിധത്തിൽ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന് PJ ജോസഫ് തന്നെ അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെ മകനെ തൊടുപുഴയിൽ നിർത്തി വളർത്തുന്നത് പോലെ KM മാണി അതിന് മുമ്പേ തന്നെ അതിന് നടപടിയെടുത്തു. ഇപ്പോൾ പാലായിൽ KM മാണിക്ക് ശേഷം ജോസ് കെ മാണി അവിടെ മത്സരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒറ്റയാൾ പാർട്ടിയുടെ നേതൃത്വം അപ്പനിൽ നിന്ന് മകനിലേക്ക് തന്നെയാണ്. ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പിറവം കേന്ദ്രമായിട്ടുള്ള ഒരു കേരള കോൺഗ്രസിൻ്റെ കഷണമാണ്. അപ്പോൾ അത് TN ജേക്കബ് ആയിരുന്നു അതിൻ്റെ നേതാവ്. TN ജേക്കബ് കുറേ കാലം മന്ത്രിയായിരുന്നു. നല്ല പാർലമെൻറ്റേറിയനായിട്ടുമൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് ജേക്കബാണ് ആ പാർട്ടിയുടെ അമരക്കാരൻ. അദ്ദേഹം ജയിക്കുന്നു, വീണ്ടും മന്ത്രിയാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റയാൾ പാർട്ടിയായിട്ട് അങ്ങനെ അത് പോകുന്നു. പിന്നെ ഒരു കേരള കോൺഗ്രസ് PC ജോർജിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ആയിരുന്നു. അതിനുശേഷം കുറേ കാലം ജനപക്ഷം എന്ന് പറഞ്ഞു. പുള്ളിയും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടിക്കളിച്ച് ഇപ്പോൾ അപ്പനും മകനും തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളത് അതും വേറൊരു. പക്ഷേ അതിപ്പോൾ BJPയിലേക്ക് ലയിച്ച ശേഷം BJPയുടെ ആൾക്കാരായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് അതൊരു ഒറ്റയാൾ പാർട്ടി ഇതുപോലെ ആയിരുന്നു. പിന്നെയുള്ള ഒരു പാർട്ടി നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഈ തുറമുഖ വകുപ്പിന് ഇപ്പോൾ ഒരു മന്ത്രിയുണ്ട്. രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്ന മറ്റാണ് പേര്. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നു, ഇപ്പോഴും മന്ത്രിയാണ്. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ വിവരമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു ഒറ്റയാളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരു കക്ഷിയാണ് AK ശശീന്ദ്രൻ. അദ്ദേഹം AC ഷൺമുഖദാസിന് ശേഷം ആ ഒരു പാർട്ടിയിൽ ഒരു മന്ത്രിയായിട്ട് ഇങ്ങനെ എന്തൊക്കെ ആരോപണം വന്നു കഴിഞ്ഞാലും ശരി, മന്ത്രിയായിട്ട് വേറെ ആ പാർട്ടിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ മന്ത്രിയായിട്ട് തുടരേണ്ട ഒരവസ്ഥ നമ്മുടെ കേരളത്തിനുണ്ട്. അപ്പോൾ അത് ഒറ്റയാൾ പാർട്ടി ആയതുകൊണ്ടാണല്ലോ എന്ത് ആരോപണം ഉണ്ടായാലും ശരി വേറെ ആരെയും മന്ത്രിയാക്കാൻ പറ്റില്ല. പുള്ളി തന്നെ മന്ത്രി ആ പാർട്ടിയിൽ നിന്നാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് പണ്ട് KR ഗൗരിയമ്മയുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഒറ്റയാൾ പാർട്ടി. പക്ഷേ അത് ഗൗരിയമ്മയ്ക്ക് ശേഷം അതിനെപ്പറ്റി വലിയ വിവരമില്ല. പിന്നെ ഒരു MV രാഘവൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. MV രാഘവൻ അദ്ദേഹത്തിൻ്റെ മകൻ വീണ്ടും തിരിച്ച് ഘർവാപ്പസി നടത്തിയതുകൊണ്ട് CPMലേക്ക് തിരിച്ചു പോയതുകൊണ്ട് ആ പാർട്ടി വീണ്ടും അത് ഏകദേശം നിലച്ചു പോയതുപോലെയാണെന്ന് തോന്നുന്നു. പിന്നെ KK രമയുടെ ഒരു പാർട്ടിയുണ്ട് വടകര കേന്ദ്രീകരിച്ച്. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ 51 വെട്ടുവെട്ടി CPMകാർ കൊട്ടേഷനിൽ ഇല്ലാതാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ അത് KK രമ എന്ന് പറയുന്ന ഒറ്റയാൾ പാർട്ടിയായിട്ട് അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്.
ഇങ്ങനെ പിന്നെ ഒരു കൃഷ്ണൻകുട്ടിയുടെ ഒരു പാർട്ടിയുണ്ട്. അങ്ങനെ അത് ഒറ്റയാൾ പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പല പല ഘടകങ്ങളുണ്ട്. അതും ഇങ്ങനെ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്നു. NCP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ അത് LDFിലുമുണ്ട്, UDFിലുമുണ്ട്. NDAയിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ ആ ഒരു സ്പിയറിൽ ഈ ഒറ്റയാൾ പാർട്ടികൾ ഇങ്ങനെ ഉണ്ടാകുന്നു. ആ ഒറ്റയാൾ പാർട്ടികൾ വളരെ കുറച്ച് മാത്രമേ ഒറ്റയാൾ പാർട്ടികൾ ഇല്ലാതെയാകുന്നുള്ളൂ. ഇപ്പോൾ ഈ M വി രാഘവൻ്റെ പാർട്ടിയിൽ മകൻ തിരിച്ച് കറുവാപ്പസി നടത്തിയതുകൊണ്ട് ആ പാർട്ടി പിന്നെ അത് അധികം മുന്നോട്ട് പോവില്ല. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ അവർ വളരെ വളരെ കൗശലത്തോടെയും വളരെ ദീർഘവീക്ഷണത്തോടെയും കൂടി അവരുടെ മക്കൾക്ക് അതിൻ്റെ ഒരു ബാറ്റൺ കൈമാറി അവരെ മെൻറ്റർ ചെയ്ത് ഗൈഡ് ചെയ്ത് പാർട്ടിയുടെ കടിഞ്ഞാണ് അവരെ ഏൽപ്പിച്ച് പാർട്ടിയുടെ ഫണ്ടുമൊക്കെ ഏൽപ്പിച്ച് പിന്നെ മക്കൾ അതിലേക്ക് പോകുന്നു. ഇനി ഒറ്റയാൾ പാർട്ടി അല്ലെങ്കിൽ ഇതുപോലെ മക്കളെ ഏൽപ്പിക്കുന്ന ചില ഈ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അതായത് ഉമ്മൻചാണ്ടി ഏകദേശം ഒരു 19 വർഷത്തോളം ജയിച്ച ശേഷം ആ ഒരു മണ്ഡലത്തിൽ പുതുപ്പള്ളി എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ പുള്ളിയുടെ മകനാണ് ആ മണ്ഡലത്തിൽ വീണ്ടും അവിടുത്തെ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാകേണ്ടത് എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾ തീരുമാനിച്ചു എന്നുള്ളത് ആണല്ലോ ഇപ്പോൾ നമുക്ക് പറയേണ്ടത്. കാരണം ജനങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ മകനെ ജയിപ്പിച്ചു. അപ്പോൾ ഒറ്റയാൾ പാർട്ടിയല്ല, പക്ഷേ ആ ഒരു നിയോജക മണ്ഡലത്തിൽ വേറെ ആരും ഒരു നേതാവാകാനില്ല, യോഗ്യനില്ല, അവരുടെ പ്രതിനിധിയാകാൻ എന്നുള്ള വിധത്തിലാണ് പുതുപ്പള്ളിയിലെ ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലും ഈ നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മണ്ഡലം നൽകി. ഭാര്യയാണ് അവിടുത്തെ ഏറ്റവും ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ യോഗ്യയായ സ്ത്രീ എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയിലും കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു മക്കൾ ആണ് അവിടെ വീണ്ടും മത്സരിക്കേണ്ടത്, അല്ലെ ഭാര്യയാണ് മത്സരിക്കേണ്ടത്. അല്ലാതെ വേറെ ആർക്കും ഇവിടെ ഒരു പ്രതിനിധിയാകാനുള്ള യോഗ്യതയില്ല എന്ന് മറ്റു പാർട്ടികളിലും വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒറ്റയാൾ പാർട്ടികൾ അതുപോലെ ഒറ്റയാൾ നിയോജക മണ്ഡലങ്ങൾ എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു പ്രത്യേക അലങ്കാരമായിട്ട് ആണോ നിൽക്കുന്നത്, അതോ ഒരു 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 അവലക്ഷണമായിട്ടാണോ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.